ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ എഴുതിയ ആ ടോപ്പിക്സിൻ്റെ 43 ടോപ്പിക്സിൻ്റെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കിയുള്ള കണ്ടിന്യൂഷനാണ്. അപ്പം ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ കറണ്ട് അഫേഴ്സ് കണ്ടു കേട്ടോ. കറണ്ട് അഫേഴ്സ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്രേക്ക് വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് നെക്സ്റ്റ് എക്സാമിനൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ അത്രയും കറണ്ട് അഫേഴ്സ് കാണും. കുറച്ച് നേരത്തേക്കുള്ള ഒരു പരിപാടിയല്ലേ, അപ്പം മാക്സിമം കാണാമെന്ന് കരുതി അങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് കണ്ടത്. അപ്പോൾ എല്ലാവരും പറ്റുന്നവർക്കൊക്കെ മാക്സിമം കറണ്ട് അഫേഴ്സ് വിടാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പഴയ കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചത്തെ എക്സാമിൽ ആ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് വായിച്ച ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അതൊക്കെ ബൈ ഡിപ്പെൻസ് ആണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഒന്നും വിടണ്ട, കറണ്ട് അഫേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം. ബ്രേക്ക് വന്നാൽ പാച്ചപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഞാൻ എഴുതിയതിൻ്റെ ആ ഒരു ഒന്ന് മാർക്ക് ചെയ്ത് പോകാമെന്ന് കരുതി. അതിൽ 2 ടോപ്പിക്സ് ഞാൻ നോക്കിയില്ല കേട്ടോ. ആ 2 ടോപ്പിക്സ് ഇന്നാണ് നോക്കിയത്. അങ്ങനെ ഞാൻ കരുതി പിന്നെ ഇന്ന് പുതിയ ഡേറ്റിൽ, ഇന്നത്തെ നമുക്ക് 20-ാം തീയതി ആയില്ലേ, ഇനി ഒരു ദിവസം, ഇനി ഒരു 7 ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയ ടോപ്പിക്സാണ് എഴുതിയത്. അപ്പം ഇന്ന് നമ്മുടെ കേരള നവോത്ഥാനം അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഞാൻ പഴയ നമ്മുടെ 10th പ്രിലിംസിൻ്റെ റാങ്ക് ഫയലിൽ നിന്ന് എടുത്തെഴുതി കേട്ടോ. അതിനകത്താകുമ്പം നമ്മുടെ സിലബസ് എല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ അതിൽ നവോത്ഥാനം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ കുറച്ച് 2 ടോപ്പിക്സ് കൂടെ വരുന്നുള്ളൂ. മാക്സിമം നോക്കാൻ പറ്റുന്നവരെല്ലാം നോക്കി തന്നെ പോവുക കേട്ടോ. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബൈ നോക്കിപ്പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയുടെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു, അതും എഴുതി. അങ്ങനെ ഒരു 6 ടോപ്പിക്ക് ഞാൻ ഇന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ എടുത്ത വീഡിയോസിൻ്റെ അത്ര മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അത് അത്രയും വരെ എടുത്തത് രാവിലത്തെ ഒരു ഉച്ച വരെയുള്ള ക്ലാസ്സാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് അഫേഴ്സ് ഇന്നലെ ഞാൻ നോക്കിയതും സാധാരണ ഞാൻ ഡെയിലി നോക്കിപ്പോകുന്ന കറണ്ട് അഫേഴ്സിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നോക്കിപ്പോയത്. പിന്നെ കുറച്ച് ജനുവരിയിൽ കുറച്ച് ഡേയ്സും കൂടെ നോക്കി ഇന്നലെ. അപ്പോൾ ഇന്നും അതിൻ്റെ ബാക്കി നോക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ഭിന്നസംഖ്യകളാണ്, മാത്സിൽ നമുക്ക് ഭിന്നസംഖ്യകൾ എടുത്തെഴുതാമെന്ന് കരുതിയാണ് അങ്ങനെ നോക്കിയത്. ഇന്നലത്തെ മാത്സ് എന്ന് പറയുന്നത് ശരാശരിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു 5-6 ടോപ്പിക്കും പ്ലസ് നമ്മുടെ കറണ്ട് അഫേഴ്സും മാത്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കി പോവുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസമുള്ളൂ നമ്മുടെ എക്സാമിന്. അപ്പോൾ മാക്സിമം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി പോവുക. ക്വസ്റ്റ്യൻ ബൈ ആൻസർ നോക്കി പോയാൽ മതി. ഇനി ഡെപ്തായിട്ട് പഠിക്കാനുള്ള സമയമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് നമുക്ക് കിട്ടുന്ന മാക്സിമം നോക്കുക. കാര്യം നമുക്ക് ഇനി ചിലപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതും ഇല്ല, നമുക്ക് പഴയ നമ്മുടെ ഒരു ബേസും അത് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ ജലവൈദ്യുത പദ്ധതികളുടെ ഒരു ടോപ്പിക്ക് എഴുതിയതിൽ അത് പഠിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാസ് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം 2 ടോപ്പിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ആ 2 ടോപ്പിക്കും കണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴിച്ച് തീർക്കാമെന്ന് കരുതി. കാര്യം ക്ലാസ് കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതും കൂടെ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ അതിനൊരു സമയം നമുക്കില്ലല്ലോ മാറ്റി വയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ അങ്ങെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഹിസ്റ്ററി നമ്മൾ എഴുതി വെച്ചിരുന്നതിൻ്റെ ബാക്കി ടോപ്പിക്ക് എടുത്ത് പഠിച്ചു കേട്ടോ. അത് അപ്പം നോട്ട്സ് എഴുതിയിട്ട് രാവിലെ നോട്ട്സ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് അത് എഴുതിയത്. പിന്നെ കുറച്ച് നേരം മാത്സിൻ്റെ കുറച്ച് ശരാശരിയുടെ കുറച്ച് പ്രോബ്ലംസും കൂടി ഇന്ന് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ ചെയ്തിട്ടാണ് പിന്നെ പുതിയ ടോപ്പിക്കിലേക്ക് ഇന്ന് എഴുതി വെച്ചിരുന്ന ടോപ്പിക്കിലേക്കിട്ട് പോയത്. അപ്പം കേരള ഹിസ്റ്ററിയുടെയും പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ജോഗ്രഫിയുടെയാണ് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ മാക്സിമം നോക്കാൻ പറ്റുന്നിടത്തോളം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊന്ന് അറിയിക്കുക. അപ്പം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും മാക്സിമം. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അലാം സെറ്റ് ചെയ്തായിട്ടാണ് പഠിച്ചത്. അലാം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മോട്ടിവേഷനാണ്. ഈ ഒരു ടൈമർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡപ്പിലോട്ട് നമുക്ക് പോകാനായിട്ട് നമ്മൾ പ്രഷറൈസ് ചെയ്തിരിക്കുകയാണല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറൈസേഷൻ നമുക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ടൈമർ സഹായിക്കും. നമുക്ക് മാക്സിമം പറ്റുന്നവരാണെങ്കിൽ ഇങ്ങനെ ടൈമർ വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അത്രയും സമയം പോയല്ലോ എന്നൊരു ചിന്ത നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ മാക്സിമം നമ്മൾ കവറപ്പ് ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക.